ദുരന്തഭൂമിയിൽ കേരളത്തിൻ്റെ സൈന്യമായി മാറിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. മേപ്പാടിയിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിലും തിരച്ചിലിനും സന്നദ്ധ സേവനത്തിലും സംസ്കാരത്തിലുമടക്കം ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് സജീവമായി രംഗത്തുണ്ട്. മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായ നിമിഷം മുതൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. തിരച്ചിലിനും സന്നദ്ധ പ്രവർത്തനങ്ങളിലും അവശ്യസാധനങ്ങൾ എത്തിക്കുന്നതിലും മൃതദേഹം സംസ്കരിക്കുന്നതിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സജീവമായി രംഗത്തുണ്ട്. കേരളത്തിൻ്റെ സൈന്യമായി മാറിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ബെയിലി പാലത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലും ആർമിക്കൊപ്പമുണ്ട്. ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സമഗ്രമായി ഇടപെടുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ കാഴ്ചപ്പാട്. ഇത്തരത്തിലുള്ള കുത്തൊഴുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടുള്ള ഇരുമ്പിൻ്റെ തൂണാണ്, അതിന് ചുറ്റും കോൺക്രീറ്റിൻ്റെ അതേ ബലത്തോടുകൂടി ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നെറ്റിനകത്ത് കല്ല് അടുക്കി വെച്ച് ആ തൂൺ ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുകൾ ഇതിൻ്റെ പരിസരത്ത് നിന്ന് ശേഖരിക്കണമായിരുന്നു. അപ്പോൾ നമ്മളടുത്ത് ആവശ്യപ്പെട്ട സമയത്ത് നമ്മുടെ വളണ്ടിയർമാർ, ബാക്കിയുള്ള ഫ്രീ ആയി നിൽക്കുന്ന മുഴുവൻ വളണ്ടിയർമാരെയും ഞങ്ങളിവിടെ വിളിച്ച് ഈ കല്ല് ശേഖരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരെ തേടി ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിനന്ദനങ്ങളും എത്തിയിരുന്നു. ബെയിലി പാലം നിർമ്മാണത്തിലും തിരച്ചിലിലും സൈന്യത്തിന്റെ ഒപ്പം ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ഉണ്ട്. മേപ്പാടിയിലെ ദുരന്തഭൂമിയിൽ നിന്ന് അനിൽ കല്യാശ്ശേരിക്കൊപ്പം സച്ചിൻ വള്ളിക്കാർ.